തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. നാട്ടിക JK തിയേറ്ററിന് സമീപം ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ഇടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത്. തമിഴ്നാട് സ്വദേശികളായ 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. പുലർച്ചെ 4-നാണ് അപകടം സംഭവിച്ചത്. കിടന്നുറങ്ങിയ സംഘത്തിൽ 12ഓളം പേർ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്നയിടത്തേക്ക് ഇടിച്ചു കയറിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 5 പേർ മരിച്ചു. കാളിയപ്പൻ, ബംഗാഴി, നാഗമ്മ, ജീവൻ, വിശ്വ എന്നിവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. 7ഓളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റോഡിൽ നാടോടി സംഘത്തിലുള്ളവരെല്ലാം നിരന്നു കിടക്കുകയായിരുന്നു. അവർക്കിടയിലേക്കാണ് ഡിവൈഡർ തകർത്ത ലോറി പാഞ്ഞു കയറിയത്. മരിച്ച നാടോടി സംഘത്തിൽപ്പെട്ടവർ കുറച്ചു നാളുകളായി പ്രദേശത്ത് താമസിക്കുന്നവരാണ്. വലപ്പാട്, തൃപ്രയാർ മേഖലകളിൽ ചെറിയ ജോലി ചെയ്താണ് നാടോടി സംഘം ജീവിച്ചിരുന്നത്. ഷെക്കേന ന്യൂസ്, തൃശൂർ. തൃശൂർ അപകടത്തിനിടയാക്കിയ ലോറിയുടെ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. പ്രതികൾ മാഹിയിൽ നിന്നും മദ്യം വാങ്ങി അവിടം മുതൽ മദ്യപിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ക്ലീനറാണ് അപകടമുണ്ടായ സമയത്ത് വണ്ടി ഓടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മദ്യപിച്ച് വാഹനം ഓടിച്ചുവെന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞു. ലോറിയുടെ ക്ലീനറായ കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സ്, ഡ്രൈവർ ജോസ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ലോറി ഓടിച്ച ക്ലീനർ കണ്ണൂർ സ്വദേശി അലക്സിന് ലൈസൻസ് ഇല്ല. ഡ്രൈവർ ജോസ് ക്ലീനർ അലക്സിന് വണ്ടി കൈമാറിയത് പൊന്നാനിയിൽ വച്ചാണ്. നാട്ടികയിൽ ഡിവൈഡറും ബാരിക്കേഡും കാണാതെ മുന്നോട്ടെടുത്ത വാഹനം 50 മീറ്റർ മുന്നോട്ട് വന്ന ശേഷമാണ് ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. അപകടത്തിൽപ്പെട്ട സംഘത്തോട് മാറി താമസിക്കണമെന്ന് പോലീസ് അറിയിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനമെന്നും ആർ ഇളങ്കോ പറഞ്ഞു. അപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനും അടിയന്തര നടപടി സ്വീകരിക്കുവാനും ഗതാഗത കമ്മീഷണർ നാഗരാജുവിന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. നാട്ടികയിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് മേൽ ലോറി കയറി 5 പേർ മരിച്ച സംഭവത്തിൽ കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. സംഭവത്തിൽ മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നതെന്നും പഴുതുകളില്ലാതെ സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മരണപ്പെട്ടവർക്ക് ധനസഹായം നൽകുമെന്നും കൂടുതൽ സഹായങ്ങളും പരിഗണിക്കുമെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. ഷെക്കേന ന്യൂസ്, തൃശൂർ.